ഇപ്പോൾ ആ ഫ്ലോർ, ആ പ്ലാറ്റ്ഫോം മൊത്തം താഴേക്ക് ഇങ്ങനെ വരിക ചെയ്യും. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എടക്കാടാണ് കേട്ടോ. ഇവരനെ ഈ ലോറീൻ്റെ പുറകു വശം തുറക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കൺട്രോള്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ലോറീൻ്റെ പുറകിലുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് അപ്പ് ഡൗൺ എന്നൊക്കെ കാണാം. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ലിവറുകളും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഇതായിട്ടാണ് കേട്ടോ. ലോക്കിംഗ് എല്ലാം പെട്ടെന്നൊന്നും അങ്ങനെ അഴിഞ്ഞു വരില്ല. പിന്നെ ഇത് ഓപ്പൺ ആക്കാൻ സൈഡിലാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ അവർ തുറക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഇപ്പം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക ചെയ്യുന്നത്. രണ്ട് ഭാഗം പ്രോപ്പറായിട്ട് നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവരത് കറക്റ്റാക്കേണ്ടിയിട്ട് കുറച്ച് കല്ലൊക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ. അത് പ്ലാറ്റ്ഫോം കറക്റ്റ് നിലത്ത് തട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ലോറി കുറച്ച് പുറകിലേക്ക് എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നിലത്ത് പ്രോപ്പറായി തട്ടിയാൽ മാത്രമേ നമുക്ക് കാറ് നല്ല പ്രോപ്പറായിട്ട് ഇറക്കാൻ പറ്റൂ. അതിനാണ് ഇപ്പോൾ ലോറി കുറച്ചും കൂടി പുറകിലേക്ക് എടുക്കുന്നത്. वो ये साइड नहीं तो होगा, फिर परला साइड से फिर ऊंचा रहेगा वो. അങ്ങനെ ഇവർ കറക്റ്റ് ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാറുകൾ മെല്ലന വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറക്കുക ചെയ്യാം. നമുക്ക് ഏതൊക്കെ കാറാണെന്ന് ഒന്ന് ജസ്റ്റ് കയറി നോക്കാൻ വേണ്ടിയിൽ. ഇതിലിപ്പോൾ ഉള്ളത് താഴെ കിയേൻ്റെ സെൽട്ടോസും പിന്നെ മുകളിൽ കിയേൻ്റെ സോണറ്റുമാണ് ഉള്ളത്. ഇത് കാറ് താഴേക്ക് പുറകിലേക്ക് വരാണ്ടിരിക്കാൻ അവിടെ കുറച്ച് ഒരു ആപ്പ് പോലെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ അവർ ഒഴിവാക്കുക ചെയ്യുന്നത്. ഇനിയാണ് കാർ ഇങ്ങനെ നല്ല പതിയെ താഴേക്ക് ഇറക്കുക. ഇപ്പോൾ ഈ ലോറീൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഒന്ന് വെറുതെ ഒന്ന് ഇവിടെയുള്ള ഡ്രൈവേഴ്സിനോട് ചോദിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ലോറിക്ക് ഏകദേശം 4-5 കിലോമീറ്റർ മാത്രമേ മൈലേജ് കിട്ടൂ. ഇതാണ് കേട്ടോ ഈ കൊണ്ടുവരുന്ന ലോറികളുടെ അകം. ഇതിൻ്റെ അകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാബിൻ പോലെ തന്നെ ഉണ്ടാവും. ഇവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ബാക്കിലേക്ക് കിടക്കാൻ ചെറിയ കിടക്കയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇങ്ങനെ ചവിട്ടിയിട്ട് വേണം ലോറീൻ്റെ അകത്തേക്ക് കയറാൻ. ഞാനെന്തായാലും അകത്തേക്കൊന്നും കയറുന്നില്ല. നമുക്കിനി കാർ ഇറക്കുന്ന കാഴ്ചകളൊക്കെ ഇനി ഒന്ന് കാണാം. ഇതാണ് ഈ കൊണ്ടുവന്ന കാറുകളുടെ താക്കോൽ കേട്ടോ, ചാവി. അങ്ങനെ അവരിപ്പം കാറുകൾ ഈ ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാറുകൾ വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലുള്ള കിയേൻ്റെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങ് കേരളത്തിലെ ഷോറൂമുകളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ കണ്ണൂരേക്ക് വരാൻ ഇവർക്ക് ഏകദേശം 3 ദിവസത്തോളം എടുത്തുവെന്നാണ് പറഞ്ഞത് കേട്ടോ. കണ്ണൂരേക്ക് വരുന്നത് സേലം വഴി പാലക്കാട് വഴി നേരെ കണ്ണൂരേക്ക്, അതാണ് ഇവരുടെ റൂട്ട്. അങ്ങനെ മൊത്തം 3 ദിവസത്തോളം എടുത്തു എന്നാണ് പറഞ്ഞത്. നമുക്കിനി കാറ് ഇറക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. എൻ്റെ പുറകിലിപ്പോൾ ഉള്ളത് പുതിയ നാഷണൽ ഹൈവേ ആണ് കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പുതിയ നാഷണൽ ഹൈവേ. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ഫുൾ മണ്ണിട്ട് നല്ലോണം പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് കൂടിയിട്ടുണ്ട്. മുന്നേ ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, ആദ്യം ഉപയോഗിക്കാത്ത ഒരു റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു പണ്ടൊക്കെ ഇവിടെ കാറുകൾ അൺലോഡ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ ലോറി ഇവിടെ NH ഹൈവേൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവരിങ്ങനെ ഈ ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ലോറിയൊക്കെ അൺലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ വലിയ ലോറികളിലാണ് കേട്ടോ കാറുകളൊക്കെ വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് കമ്പനീൻ്റെ ലോറികളല്ല, ഓരോരോ ലോജിസ്റ്റിക്സ് ഉണ്ടാകും. അവരാണ് ഈ കാറിൻ്റെ ഡെലിവറി മൊത്തം ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ മേലെ ലോറീൻ്റെ മുന്നിൽ ഓരോരോ പേര് കാണാം നിങ്ങൾക്ക്. ഇതിൻ്റെ മേലെ ഇപ്പോൾ SDH എന്ന് പറഞ്ഞാണുള്ളത്. അപ്പോൾ ഇതാണ് ആ ലോജിസ്റ്റിക്സ്. അങ്ങനെ വ്യത്യസ്തമായ കുറേ ലോജിസ്റ്റിക്സുകളാണ് ഈ കാറുകൾ ഇങ്ങെത്തിക്കുന്നത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം SDH ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സൈക്കിൾ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്.
ഈ ലോറീൻ്റെ മുകളിൽ SVTL എന്ന് പറഞ്ഞിട്ട് കാണാം, SVTL ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഈ ലോറിൻ്റെ അകത്തു നിന്നാണ് കാറുകളൊക്കെ ഇറക്കുന്നത്. അവരിനി മേലത്തെ ഫ്ലോറ് താഴേക്ക് ഇറക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ സൈഡിലുള്ള റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് അത് താഴേക്ക് ഇറക്കുന്നത്. ഇപ്പം നമുക്കിനി അതുകൂടി ഒന്ന് കാണാം. ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം മൊത്തം താഴേക്ക് ഇങ്ങനെ വരിക ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് മെല്ലനെ താഴേക്ക് ഇറങ്ങി വരുന്നത്. പിന്നെ കാറുകളെ പുറകിലേക്കൊന്നും വരില്ല, കാരണം അത് അവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ടയറിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ബെൽറ്റൊക്കെ കാണാം. പിന്നെ കാറ് പുറകിലേക്ക് വരാണ്ടിരിക്കാൻ ചെറിയൊരു ആപ്പ് വെച്ചിട്ടുണ്ട്, അതും കാണാൻ പറ്റും. ഇവിടെ നിന്ന് കാറ് ഡ്രൈവ് ചെയ്ത് നേരെ ഷോറൂമിലേക്ക് എത്തിക്കുക ചെയ്യാം കേട്ടോ.